ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ കോണ്ടാക്റ്റിലുണ്ടെങ്കിലും ഏതാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നതാണെങ്കിലും ഈ ഒരു പ്രസൻറ്റ് എനർജിയിൽ, ഈ കറൻറ്റ് എനർജിയിൽ അവരെന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും മിസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയൊക്കെ, നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഓഫർ പോകുന്നൊരു സമയമാണ്. മെസ്സേജ് ഞാൻ ഡീറ്റെയിൽസ് തരാത്ത ആളുകൾക്ക് ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നതിൻ്റെ ഒരു ഡിലേ ആണ്. ഞാൻ മെസ്സേജിന് റിപ്ലൈ തരും കേട്ടോ. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സെൽഫ് ലവ് ക്ലാസ് ഞാൻ വെക്കുന്നുണ്ട്. സോ സെൽഫ് ലവ് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റ്സ് എന്താണോ അതും കൂടി സജസ്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ഓരോ ദിവസം വീഡിയോ ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റ് ഏതാണ് വേണ്ടത് എന്നുള്ള കമൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എയ്റ്റ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. പേജ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ വളരെ അഡിക്റ്റഡ് ആണ് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തതായിരിക്കും, നിങ്ങൾ കെയർ കൊടുത്തതായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ഒരുപാട് അഡിക്റ്റഡ് ആക്കിയിട്ടുണ്ട് നിങ്ങളെ. ഓക്കെ, ഈ റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് തന്നെ ഈ പേഴ്സണ് നിങ്ങളെ കണ്ട സമയത്ത് വളരെയധികം ക്രഷ് തോന്നിയിട്ടുണ്ടാകാം. നിങ്ങൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ആയിരിക്കാം അവർക്കൊരു കെയറിങ് കൊടുക്കുന്നു, ഒരു മദർ കെയറിങ് ഒക്കെ കൊടുക്കുന്നുണ്ടാകാം, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം, അഭിപ്രായങ്ങൾ കൊടുക്കുന്നുണ്ടാകാം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ വളരെയധികം അഡിക്ഷനായി കിടക്കുന്നുണ്ട്. ഒരു അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ പേഴ്സൺ കറൻറ്റ് എനർജിയിൽ വളരെ ട്രൂ ആയിട്ട്, ഒരു സത്യമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഫസ്റ്റ് തന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സോഡ്സ് വന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഇപ്പം നിങ്ങളിൽ നിന്ന് മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട്, നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് വളരെയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇവർക്ക് സത്യസന്ധമായി നിൽക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. ദാറ്റ് മീൻസ് മേ ബി നിങ്ങളുടെ ഇടയിലെ ഒരു പ്രശ്നം തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ പേഴ്സൺ ചീറ്റിംഗ് ചെയ്തിട്ടൊക്കെ ഉണ്ടാകാം. അപ്പം സത്യസന്ധമായി നിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ കൊടുത്തതുപോലെ തിരിച്ചു തരാൻ ഈ പേഴ്സണ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ പേജ് ഓഫ് സോഡ്സ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തുടക്ക സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും, പലതും തന്നെ നിങ്ങൾ ഡ്രീം ചെയ്തിട്ടുണ്ടാകും, രണ്ടുപേരും ചെന്നിട്ട് ഡ്രീം ചെയ്തിട്ടുണ്ടാകും. ഈ പേഴ്സൺ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടാകും. എല്ലാം തന്നെ സംഭവിച്ചിട്ടും ഈ പേഴ്സൺ അതൊന്നും തന്നെ സാധിച്ചു തരാനോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയിൽ നിൽക്കാൻ ഈ പേഴ്സണ് സാധിച്ചിട്ടില്ല. ഓക്കെ, അത് അവർ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നു. ഓക്കെ, മിസ് ചെയ്യുന്നുണ്ട് അവർ ഒരുപാട്. അത് എന്താണ്, നിങ്ങൾക്ക് ആ ഒരു ജെന്യുനാലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തതുപോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ തിരിച്ചു തരാൻ, തന്ന വാക്കുകളൊന്നും പാലിക്കാനോ അല്ലെങ്കിൽ അതുപോലൊരു സ്നേഹം തിരിച്ചു തരാനോ ഈ പേഴ്സണ് കഴിഞ്ഞില്ല എന്നുള്ളത് അവർ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ മിസ് ചെയ്യുന്നത് അത് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ എനിക്ക് എയ്റ്റ് ഓഫ് സോഡ്സ് എന്ന കാർഡ് വരുമ്പം നിങ്ങൾക്ക് തരാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ടാണല്ലോ
അവർ നിങ്ങൾക്ക് തന്ന വാക്കുകളൊന്നും പാലിക്കാതെ ഒരു ചീറ്റിംഗ് നടത്തുക അല്ലെങ്കിൽ മിണ്ടാതെ പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവരെക്കുറിച്ചിട്ടൊരു തെറ്റിദ്ധാരണയായിരിക്കും ഉണ്ടായിരിക്കുക. പലതും നിങ്ങൾ ചിന്തിക്കും, കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലല്ലോ. അപ്പോൾ ആ പേഴ്സൺ അത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. അതിൻ്റെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ച് വെച്ചേക്കാണ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതെല്ലാം ക്ലാരിറ്റിയിലേക്കും അതുപോലെ തന്നെ അവർക്ക് തരാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാനും എല്ലാം തന്നെ ഇവരോട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു മിസ്സിങ് ആണ്. ആൻഡ് ഇവിടെ പേജ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പം ഫ്രീ സ്പിരിറ്റായി നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഓക്കെ, അതായത് ഇപ്പം മെയിനായിട്ടും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ മതി എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ കോമൺലി എടുത്തിട്ടുണ്ടാകാം. അത് ആ പേഴ്സണെ വളരെയധികം എഫക്റ്റ് ആവുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ പേഴ്സൺ അത് അറിഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾ അറിയിച്ചിട്ടുണ്ടാകാം. അതായത് ഇനി ഞാൻ ഒരിക്കലും ശല്യം ചെയ്യില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വരില്ല എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാകാം, ഞാൻ ഇനി പോവില്ല, എനിക്കിനി പറ്റില്ല എന്നുള്ളൊക്കെ രീതിയിൽ നിങ്ങൾ ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടാകാം. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ മനസ്സിലെടുത്തൊരു തീരുമാനമാണെങ്കിലും നിങ്ങൾ അറിയിച്ചതാണെങ്കിലും ആ പേഴ്സണെ ഇത് നിങ്ങളിലേക്ക് എഫക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ പേഴ്സൻ്റെ എനർജിയിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഈ പേഴ്സണ് അതവിടെ ഫീൽ ചെയ്യുന്നു, നിങ്ങൾ മാറിപ്പോകുന്നുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിച്ച് നിൽക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ ആ പേഴ്സണ് തോന്നുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് അല്ലെങ്കിൽ കോളുകളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്തായാലും ആഗ്രഹിക്കുന്ന ഒരു ഫ്രീഡമാണ് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ. മേ ബി ഇത്രയും നാളും ഈ പേഴ്സണിൽ നിന്നും അനുഭവിച്ചത് അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം ഇനി ഇങ്ങനെ ഒരു റിലേഷൻ വേണ്ട, ഇങ്ങനെ ഒരു റിലേഷൻ അല്ല, ഇനി ഇങ്ങനെ ഒരു ചതിക്കുഴികളൊന്നും തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടാകാം. ഓക്കെ, അപ്പം അതും ആ പേഴ്സൺ അവർക്കത് നിങ്ങളൊരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ പോലെ ആ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എംബ്രർ കാർഡ് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇവർ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നല്ല രീതിക്ക് കൊണ്ട് നടന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച സമയത്ത്, പ്രതീക്ഷിച്ച സമയത്ത്, നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നിങ്ങൾക്കൊന്നും തരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ പേഴ്സൺ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിപ്പം അവർ ആലോചിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുമ്പോഴേ അവർ നമ്മൾക്ക് തിരിച്ചും ആ ഒരു റെസ്പെക്റ്റ് തരുള്ളൂ. ഓക്കെ, റെസ്പെക്റ്റിനൊന്നും നമുക്ക് ഒരിക്കലും ഒരു ഏജ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾക്ക് എങ്ങനെയാണോ തരുന്നത് അതിനനുസരിച്ച് നമ്മൾ റിട്ടേൺ കൊടുക്കും, അതങ്ങനെയാണ്. സോ ഈ പേഴ്സൺ ഇപ്പം അനുഭവിക്കുന്നത് ഇവർക്ക് ഇപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളിൽ വളരെയധികം അഡിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മിസ്സിങ് എനർജിയാണ്. ഓക്കെ, അത് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ക്യാരക്ടർ, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, നിങ്ങൾ കെയർ ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതോ അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, ആ ഒരു പ്രസൻസ് അവർക്ക് മിസ് ചെയ്യാണ്. സോ അങ്ങനെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പം അവർ ആലോചിക്കുന്ന ഒരു കാര്യം, ഇത് ഇല്ലാണ്ടാക്കിയത് ഇവർ തന്നെയാണ്. ഓക്കെ, ഇവർക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യങ്ങൾ, നിങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു ഭാഗ്യങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കിയത് ഈ പേഴ്സൺ തന്നെയാണ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നുണ്ട് ഞാൻ കൊടുക്കണമായിരുന്നു എന്നുള്ളത്. ഓക്കെ, കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ അത് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നും, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിനെ അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകുന്നു ചെയ്യില്ലായിരുന്നു എന്നുള്ളത് അവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ ഈ പേഴ്സൺ വളരെയധികം കൺട്രോൾ വെച്ചിട്ടുള്ള ഒരാളായിരിക്കാം. മേ ബി അത് നിങ്ങളായിരിക്കാം കേട്ടോ. പക്ഷേ ഭൂരിഭാഗവും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജിയിലാണ് കാണിക്കുന്നത്. അവരാണ് നിങ്ങളെ ഒരു ക്ലാരിറ്റി തരാതെ ഇട്ടിട്ട് പോയതെങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ക്ലാരിറ്റി തരാതെ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നെങ്കിൽ ആ പേഴ്സൺ അറിയാം, അത് സ്വയം അറിയാം, അവരതെല്ലാം ആലോചിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്ലൈ തരാത്തത്, അല്ലെങ്കിൽ ഇവർ മനുഷ്യനാണെന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഇത് നല്ല രീതിക്ക് അറിയാം. അവർ സൈലൻ്റ് ആയിരുന്നു, അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് നല്ല രീതിക്ക് അവരിപ്പം ആലോചിക്കുന്നുണ്ട്, റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് പെൻഡക്കിളാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കംഫർട്ട് സോൺ തരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം അവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് തരാതിരുന്നതെല്ലാം തന്നെ ഇനി തരണം എന്നുള്ളത്. അപ്പോഴത്തേക്ക് നിങ്ങൾ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു പേടി ഈ പേഴ്സൺ ഇവിടെ ഡെഫിനറ്റ്ലി ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 10 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഇതൊരു ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്, ഫാമിലി കാർഡാണ്, ഹൗ മണി കാണിക്കുന്ന ഒരു കാർഡാണ്, ഡിവൈനിങ് ലവ് ആണ്, റിലേഷൻഷിപ്പാണ്, ഇന്നർ ഹാപ്പിനെസ് ആണ്, ഫുൾഫിൽമെൻ്റ് ആണ്, അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ
നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് ഇവിടെ കാണിച്ചു തരുന്നൊരു കാർഡും കൂടിയാണ്. സോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്കിലോ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പം ഈ പേഴ്സണിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്നുള്ളത്. ഈ പേഴ്സൺ മേ ബി നിങ്ങൾ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു പേഴ്സണോ അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസ് ചെയ്ത് മനസ്സിലാക്കാത്തൊരു പേഴ്സണൊക്കെ ആയിരിക്കാം, അത് നിങ്ങളുടെ ക്യാരക്ടറും ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് വരുത്തുക കേട്ടോ. കാരണം ഇവിടെ നമുക്ക് 100% ആ പേഴ്സൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് എന്നുള്ളത് പറയാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളുടെ കൺട്രോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കാതെ ബിഹേവ് ചെയ്യുന്നത്, അവരുടെ സിറ്റുവേഷൻസ് അറിഞ്ഞിട്ട് അവരുടെ ലൈഫിലേക്ക് പോയിട്ടും പിന്നീട് ആ ഒരു കാര്യം പറഞ്ഞിട്ടും ആ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഫോഴ്സ് ചെയ്യുന്ന ആളുകളൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങളും സ്വയം ഒന്ന് മാറേണ്ടതായിട്ടുണ്ട്. അത് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഗൈഡൻസ് ആയിട്ട് എടുക്കുക കേട്ടോ. സോ ഇതിവിടെ ഏസ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയതാണ് കാണിക്കുന്നത്. സോ അങ്ങനെ ഒരു കാര്യം ഇവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പം അനുഭവിച്ചതിനേക്കാൾ എക്സ്ട്രാ ആയിട്ട് ഇവർ തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മെയിൻലി കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആണ്. മേ ബി അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മെസ്സേജ്, കോൾ ഓർ ബ്ലോക്ക് മാറ്റുന്ന രീതി നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. കാർഡ്സിൽ നമ്മൾ കണ്ടു എന്തെങ്കിലും ഒരു മെസ്സേജ്, ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. ഓക്കെ, കാരണം ഈ പേഴ്സൺ ഇവിടെ നിക്കപ്പുറത്ത് ഇല്ല. ഇവർക്ക് അഡിക്ഷൻ എന്ന് പറയുമ്പം ഓവറായിട്ടുള്ളൊരു മിസ്സിംഗ് ആണ് കാണുന്നത്. സോ ആ നിക്കപ്പുറത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്താക്കും, നിങ്ങൾ കൈവിട്ട് പോകും എന്നുള്ള, കാരണം നിങ്ങളിവിടെ സെൽഫ് ലവ് അല്ലെങ്കിൽ ഇനി വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഇത് കൂടുതൽ റെസനേറ്റ് ആവാന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആവാം എന്ന ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ പേഴ്സൺ അത് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കൈവിട്ട് പോകുമോ, കാരണം നിങ്ങളില്ലാത്തവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കൈവിട്ട് പോകുമോ എന്നുള്ളത് ഇവർ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ച് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റുക, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ, എന്താ നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് അന്വേഷിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്പൈ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്യും. ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ അവർ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടും സാധിക്കും. ഓക്കെ, പിന്നെ ന്യൂ ബിഗിനിങ് ഞാൻ പറഞ്ഞല്ലോ, അവർ നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഒന്നും കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സ്ട്രെസ്ഫുള്ളാണ് ഈ പേഴ്സൺ, വളരെയധികം സ്ട്രെസ്ഫുള്ളാണ്. അതുപോലെ നിങ്ങളിപ്പം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ സറണ്ടർ ചെയ്ത് വിട്ട് കളയുക എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവിടെ തന്നെ കൂടുതൽ കാർഡ്സും റെസനേറ്റ് ആവുക ആർക്കാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ലവിലേക്ക് പോയിട്ടുള്ള, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വേദനിച്ച് മടുത്ത് എനിക്കിനി ഇതിനി വേണ്ട, എനിക്ക് ഇനി അവനവൻ്റെ കാര്യം മതി എന്നുള്ള രീതിയിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് ലവ് അല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങൾക്ക് പ്രിയോറിറ്റി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ചേസ് ചെയ്ത് ഇങ്ങനെ എപ്പോഴും പുറകാലെ പോകുന്ന ഒരാളാണ് ഇപ്പോൾ ഈ റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കിത് കൂടുതൽ റെസനേറ്റ് ആവില്ല. ഓക്കെ, കാരണം നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. ആ പേഴ്സൺ നിങ്ങൾ എനർജി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അങ്ങനെ സെൽഫ് ലവ് ചെയ്ത് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ആളുകൾ, ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രെസ്ഫുൾ ആണ് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു കൺഫ്യൂഷനാണ്, അവർക്ക് എന്താ പറയുക, കൈവിട്ടു പോകുമോ എന്നുള്ളൊരു വെപ്രാളവും കാര്യങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് അവരെന്തായാലും എടുക്കും, നിങ്ങൾക്ക് നേരെയുള്ളൊരു പോസിറ്റീവ് സ്റ്റാൻഡ് അവരെന്തായാലും എടുക്കും. ഇപ്പം സെൽഫ് ലവ് ഒന്നും തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും ചേസ് ചെയ്ത് ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് വെറുതെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഹെൽത്ത് വെറുതെ പോവുക എന്നല്ലാതെ ആ പേഴ്സൻ്റെ എനർജിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അവർ ചിന്തിച്ചാൽ പോലും നിങ്ങളുടെ എനർജി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നിങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ് ഇതാണ്. ഇനിയിപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം ഇത് വേറൊന്നുമല്ല. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ പോയിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ കെയർ ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾ ഇങ്ങനെ മുറുകെ ഇങ്ങനെ അവരെ ഇങ്ങനെ ഒരു ഡേ കെയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടോ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് അവർക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രസൻസ് ആയിട്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിങ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.